നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. ബീഹാറിൽ BJPയുടെ താരപ്രചാരക പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. എന്നാൽ രോഗബാധ മൂലം വിട്ടുനിൽക്കുകയായിരുന്നു അദ്ദേഹം. ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിന് പിന്നാലെയാണ് രോഗവിവരം വെളിപ്പെടുത്തിയത്. 2005-2013 കാലഘട്ടം 2017-2020 കാലത്തും ബീഹാറിന്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പാറ്റ്നയിലെ രാജേന്ദ്രനഗറിലെ വസതിയിൽ ഇന്നെത്തിക്കും. അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾ നടത്തും. കോട്ടയം പൊൻകുന്നം സ്വദേശിനി ജെസി ജോർജാണ് സുശീൽ കുമാർ മോദിയുടെ ഭാര്യ. ബീഹാറിലെ BJPയുടെ ഉയർച്ചയിൽ വിലമതിക്കാനാവാത്ത സംഭാവനകൾ സുശീൽ കുമാർ മോദി നൽകിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥയെ ശക്തമായി എതിർത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തന്റേതായ വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിരുന്നു. വളരെ കഠിനാധ്വാനിയായ MLA എന്ന നിലയിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ഉപമുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹം പ്രശംസനീയമായ നിരവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. GST പാസാക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സജീവമായ പങ്ക് എന്നും ഓർമ്മിക്കപ്പെടും. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു, പ്രധാനമന്ത്രി കുറിച്ചു. ബീഹാർ ഉപമുഖ്യമന്ത്രിയായ സാമ്രാട്ട് ചൌധരിയും വിജയ് കുമാർ സിൻഹയും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. രാഷ്ട്രീയ ജനതാദൾ നേതാവ് തേജ് പ്രതാപ് യാദവും അനുശോചിച്ച് എക്സിൽ കുറിപ്പ് പങ്കുവച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷായും BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും അദ്ദേഹത്തെ അനുസ്മരിച്ച് അനുശോചന സന്ദേശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ മുതിർന്ന നേതാവ് സുശീൽ കുമാർ മോദിജിയുടെ വിയോഗ വാർത്തയിൽ ഞാൻ അതീവ ദുഃഖിതനാണ്. മുതിർന്ന BJP നേതാവിനെയാണ് ബീഹാറിന് നഷ്ടമായിരിക്കുന്നത്. ABVP മുതൽ BJP വരെ സുശീൽജി സംഘടനയിലും സർക്കാരിലുമായി നിരവധി സ്ഥാനങ്ങൾ അലങ്കരിച്ചിട്ടുണ്ട്. ദരിദ്രരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടും അവരുടെ താല്പര്യങ്ങൾ നിറവേറ്റാനുമായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. സുശീൽജിയുടെ വിയോഗം ബീഹാർ രാഷ്ട്രീയത്തിൽ നികത്താനാവാത്തതാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തിനൊപ്പം പങ്കുചേരുന്നു, അമിത് ഷാ കുറിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.